എല്ലാവർക്കും നമസ്കാരം. ഏത് വീഡിയോ ഇട്ടാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഏത് വീഡിയോ ഇട്ടാലും ആരെങ്കിലും വന്ന് ഒരു ചോദ്യം ചോദിച്ചിരിക്കെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? സത്യത്തിൽ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന എല്ലാവർക്കും തന്നെ വേറെ പണിയുണ്ട്, നല്ല പണിയുള്ളവരുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഒരു ടൈം പാസും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് നിൽക്കുക. പിന്നെ അല്ലെ അതിന്റെ അകത്തുനിന്ന് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കുക. മനുഷ്യനെല്ലാം പല രീതിക്ക് വരുമാനം ഉണ്ടാക്കാനൊക്കെ നോക്കുന്നവരൊക്കെ തന്നെ. ഈ വന്ന് ചോദിക്കുന്നവര് അവർക്ക് വേറെ പണിയില്ലാത്തോണ്ടല്ലേ അവരിത് ഈ വീഡിയോ വന്ന് കാണുന്നത്. നമ്മൾ അയ്യോ വാ 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 എന്നും പറഞ്ഞ് ആരേലും നമ്മൾ വിളിക്കുന്നുണ്ടോ? നമ്മളുടെ വീഡിയോ ഈ നോട്ടിഫിക്കേഷനായിട്ട് ചെല്ലുമ്പോൾ നോട്ട് ഞെക്കി വെച്ചവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ചെല്ലും. ഇല്ലാത്തവർക്ക് ചിലപ്പം തമ്പിനയിലൊക്കെ നല്ല ആകർഷകമാണെങ്കിൽ ഹോം പേജിൽ, അതായത് മൊബൈൽ എടുക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എടുത്താൽ മതി. അല്ലാതെ ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്കപ്പോൾ വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇത് വന്ന് കണ്ടിട്ട് ഞങ്ങളോട് ചോദിക്കും. ജസ്റ്റ് നിങ്ങൾ ഇതെടുത്ത് ഇങ്ങനെ കാണുന്ന ഒരു പണിയേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കുക എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ ബുദ്ധിമുട്ടറിയും. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, ജസ്റ്റ് നിങ്ങൾ കണ്ടുപോകുന്നു, അങ്ങനെയൊന്നും അല്ല. ഇതെടുത്തിട്ട് ഇതിന്റെ ഈ സൈഡിലൊക്കെ ഇടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ മറ്റൊരു ഫോൺ വെച്ച് നമ്മളത് കേട്ടോണ്ട് കറക്റ്റ് ടൈമൊക്കെ നോക്കണം. കൂടിപ്പോയ ടൈം അത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ സമയങ്ങളുണ്ട്, ഒത്തിരി നേരമുണ്ട്. അങ്ങനെ നല്ല പണിയെടുക്കണം. ഞാനൊക്കെ ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ അല്ലേ ഇടാറുള്ളൂ. നല്ല പണിയുണ്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോയിലൊക്കെ. അല്ലാതെ ഉള്ള അധ്വാനിക്കാൻ നല്ല മനസ്സുള്ള ഒരു 5-6 വീഡിയോ ഒക്കെ ഇടും. എനിക്ക് ഇച്ചിരി മടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു വീഡിയോയിൽ ഇട്ടില്ല, യൂട്യൂബ് നമ്മളെ പുറന്തള്ളും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ തട്ടിക്കൂട്ടിയൊക്കെ ഇടുന്നത്. അപ്പൊ എന്നാലും വന്ന് ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ശരിക്കും നല്ല പണിയാണിത്, നല്ല പണിയുണ്ട്. എന്നിട്ടും ഇങ്ങനെ ചോദിക്കും. അതെന്താണെന്നറിയില്ല. പോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മഞ്ജു പിള്ളയും ദയയും കൂടെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. ദയ ബോംബെയിൽ എങ്ങാണ്ടാ താമസിക്കുന്നു തോന്നുന്നു. അവിടെ തൊട്ട് മഞ്ജു പിള്ള ചെല്ലുവാണ് ചെയ്യുന്നത്. അപ്പം മഞ്ജു പിള്ളയും ഇപ്പൊ ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയല്ലേ, ആ സമയത്ത് ഇവർ ഇന്നലെ ഒരു വ്ലോഗ് ഇട്ടു. സോഷ്യൽ മീഡിയ മൊത്തം അങ്ങ് നിരാശയാക്കി കളഞ്ഞവര് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവര് കേരളം കത്തിക്കും എന്ന് കരുതിയാണ് ജനം മൊത്തം കാത്തിരുന്നത്. ജനങ്ങളെല്ലാം വ്ളോഗേഴ്സും എല്ലാവരും, പിന്നെ ഇൻസ്റ്റയിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് പ്രതികരിച്ചവരും സകലമായ ആൾക്കാരും ഇവരൊരു ഭയങ്കര കേരളം കത്തുന്ന രീതിയിലുള്ള മറുപടി പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതൊരുമാതിരി നനഞ്ഞ പടക്കമായെന്നും പറഞ്ഞ് ഇന്ന് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് കേസിന് പൊക്കൂടാ, നിയമത്തിന്റെ വഴി പൊക്കൂടാ? ഇവര് നേരത്തെ മഞ്ജുപിള്ള ഒന്ന് പ്രതികരിച്ചായിരുന്നു. അണ്ണാവെ പറഞ്ഞാലെന്നും പറഞ്ഞുള്ള രീതിയിൽ മഞ്ജുപിള്ള ഒന്ന് പ്രതികരിച്ചത് 2-3 വർഷം മുന്നേ ഉള്ള വീഡിയോ. ഇപ്പൊ സോഷ്യൽ മീഡിയ കിടന്ന് ഇതുണ്ട്. ഇവരുടെ അമ്മയും മോളും കൂടെ എന്റെ കുടുംബത്ത് കയറി കഴിച്ച എന്റെ മകളെ പറഞ്ഞാലെന്നും പറഞ്ഞു. എന്നിട്ട് ഏതോ കമന്റ് ഇട്ട ആളെ നിയമത്തിന്റെ വഴി പോവോ എന്തൊക്കെയാ ചെയ്തെന്ന് തോന്നുന്നു. അന്ന് അങ്ങനെ പ്രതികരിച്ചവർ ഇന്ന് എന്താണ് പ്രതികരിക്കാത്തതെന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ ആ ഒരു ബ്ലോഗ് വന്നതിന് ശേഷം എല്ലാരെയും അങ്ങ് നിരാശപ്പെടുത്തിയിട്ടുണ്ട് മഞ്ജുപിള്ളയും മോളും. എനിക്ക് വലിയ നിരാശയൊന്നും തോന്നിയിട്ടില്ല. അത് ഞാനത് പറഞ്ഞു വരാം എന്താണെന്നുള്ളത്. പക്ഷെ ആദ്യം ഇപ്പൊ പറയാനുള്ളത്, ദയ ഇന്നലെ ഇട്ട വ്ലോഗില് ദയ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു ആന്റി, ടീനേജ് പിള്ളേരുള്ള, ദയയുടെ പ്രായത്തിലുള്ള പിള്ളേരുള്ള ഒരു ആന്റി ദയക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് ആ കുട്ടികൾ പറഞ്ഞു, മോളെ എനിക്കിഷ്ടമാണ്, പക്ഷെ നീ ആ ഇട്ടൊരു വേഷം എനിക്കിഷ്ടമില്ല, പക്ഷെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നുവെന്ന്. അതാണ് മലയാളി, അതാണ് കേരളം. അത്രയ്ക്കുള്ള വിശാലഹൃദയ കേരളത്തിൽ താമസിക്കുന്ന അമ്മമാർക്കും ഒക്കെ വരുള്ളൂ. പക്ഷെ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷെ കുറച്ചുകൂടെയൊക്കെ വേണമെങ്കിൽ വിശാല മനസ്സുണ്ടായിരിക്കും. ഇപ്പം ഈ അമ്മാവൻ വൈബ് അല്ലെ അമ്മായി വൈബ് എന്നൊക്കെ പറയുന്ന പോലെ അമ്മമാരുടെ ഒരു രീതി, അല്ലെ എന്നെ പോലെ പ്രായമുള്ളവര്, അവർക്കൊക്കെ ഒത്തിരി നാരോ മൈൻഡ് എന്ന് പറഞ്ഞ് വേണം ഇവർക്ക് കളിയാക്കാം. ഇടുങ്ങിയ മനസ്സിന് അല്ലെ കിണറ്റി കിടക്കുന്ന തവളയാണ്, ഇവർക്ക് നേരം വെളുത്തിട്ടില്ല, അല്ലെ 80കളിലെ വസന്തം, അവിടെ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല, ഇങ്ങനെ എല്ലാം പറയാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് കളിയാക്കുന്ന ഈ ടീനേജ് കുട്ടികൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അവർ ചെയ്യുന്ന എല്ലാം ശരിയല്ല. ഞാൻ ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം എറണാകുളത്താണ് എന്റെ വീട്. ഇത് അത്രയ്ക്കും വല്ല മെട്രോ സിറ്റി എന്നൊക്കെ പറയും. ഞങ്ങൾ ഇവിടെ താമസിക്കും, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ ഈ കേരളത്തിന്റെ കുഗ്രാമങ്ങളിൽ നിന്ന് ഇവിടെ ഓരോ കോഴ്സ് പഠിക്കാൻ പിള്ളേർ വരും. അച്ഛനും അമ്മയുടെയും കൂടെ വന്ന് നല്ല അനുസരണയുള്ള നല്ല കുട്ടികളായിട്ട് വന്ന് ഹോസ്റ്റലിൽ താമസിപ്പിച്ച് നല്ല ഉത്തരവാദിത്തത്തോടെ അവര് ഏൽപ്പിച്ചേച്ച് അച്ഛനും അമ്മയും ബ്രദറും ഒക്കെ മടങ്ങിപ്പോയി കഴിയുമ്പോൾ ഈ ടൗണിൽ വന്നു കഴിയുമ്പോൾ ഒരു ബാധ കയറുന്ന പോലെ പിള്ളേർ പിന്നെ ചെയ്യുന്നത്. പിന്നെ പിള്ളേർക്ക് തുണിയില്ല, തുണിയുടെ ആ അളവുകളെല്ലാം അങ്ങ് കുറയും, ഇറക്കവും നീളവും എല്ലാം അങ്ങ് കുറയും, ഹെയർ സ്റ്റൈൽ അങ്ങ് മാറ്റും.
ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇവിടുത്തെ മയക്കുമരുന്ന് അഴുക്ക് ചാലിക്കൂടെ ടോട്ടലി പറഞ്ഞാൽ ഇവർക്ക് അഴുക്ക് ചാലിക്കൂടെ ഒഴുകാനാണ് താല്പര്യം കൂടുതൽ. അപ്പൊ എന്താണ് അതുവരെ കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യം ഇവിടെ എറണാകുളം വരെ വന്നിട്ടുള്ളൂ, വിദേശത്തേക്കൊന്നും പോയിട്ടില്ല. അതിനു മുന്നേ തന്നെ പിള്ളേർ എറണാകുളത്ത് എത്തിക്കഴിയുമ്പോഴേ പിള്ളേരുടെ സ്വഭാവം മാറും. അതുകൊണ്ട് ഇങ്ങനത്തെ ചെയ്തുകൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കും. പിന്നെ നൈറ്റ് ഷോപ്പിംഗ് പോലെ എറണാകുളത്തുണ്ട്. നൈറ്റിൽ ഒരു 2 മണിക്ക് എറണാകുളത്ത് വല്ല വഴികളിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ചില കാഴ്ചകൾ കണ്ട് ഞെട്ടിപ്പോവും നമ്മുടെ പിള്ളേരുടെ ഒരു അവസ്ഥ. അപ്പൊ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അല്ലെ അവരുടെ ചിന്താഗതിയെല്ലാം വളരെ നല്ലതാണ്. അവരാണ് ചിന്തിക്കുന്ന പുരോഗമന ചിന്തയുണ്ട്. നമ്മളിങ്ങനെ മൂരാച്ചികളായിട്ട് എടുത്തടിച്ചോണ്ട് പുറകോട്ടായിട്ട് വലിഞ്ഞു നിൽക്കുകയാണ്. ഇനി നമുക്കിവിടെ വോയിസ് ഇല്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പഴയ തലമുറ ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഈ പിള്ളേർ ചെയ്യുന്ന ഒന്നും ശരിയല്ല. അവര് നാശത്തിലേക്ക് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഈ മയക്കുമരുന്ന് MDMA എല്ലാം കഴിച്ചിട്ട് വാഴ സിനിമ പറയുന്ന പോലെ പിന്നെ എന്തിനു കൊള്ളാം അടുത്ത തലമുറ ഇവരെ എന്തിനു കൊള്ളാം. സലിംകുമാറൊക്കെ പറഞ്ഞു പോയിട്ടില്ലേ എന്തിനു കൊള്ളാം ഇവരെ, അത്രേ ഉള്ളൂ. അപ്പൊ അതുപോട്ടെ ദയയോട് ഒരു ടീനേജ് അമ്മ മെസ്സേജ് അയച്ചത് ദയ പറയുന്നു. അപ്പോ ഒരു ഞാൻ പറയുന്നില്ലായിരുന്നു, എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഒരു ആന്റി എനിക്കൊന്ന് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് ഇപ്പോൾ കുറേ ഫോളോവേഴ്സ് കൂടി കുറേ ആൾക്കാരുടെ മെസ്സേജ് വരുന്നുണ്ട്, ലവ് മെസ്സേജ്, ലൈക്ക് ഇഷ്ടമാണ്, ലൈക്ക് നിങ്ങൾ കണ്ടിന്യൂ. ഇപ്പോൾ മോളെ ഞാൻ 2 പെൺകൊച്ചുങ്ങളുടെ അമ്മയാണ്, 2 ടീനേജേഴ്സിൻ്റെ അമ്മയാണ്. എനിക്ക് മോള് അന്നിട്ട ഡ്രസ്സ്, മറ്റേ ഫോട്ടോഷൂട്ടിന് ഡ്രസ്സ്, ഈ തമ്മനയിലുള്ള ഡ്രസ്സ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എൻ്റെ കൊച്ചുങ്ങൾ ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് അനുഗ്രഹം നൽകുന്നു. എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എങ്ങാനും I have any choice to wear any of my dresses, right? It is not affecting any other people. Then why should I, take a step back? If it affects any other people, okay, it's my mistake. But it's not affecting anyone else, പക്ഷേ ഈ അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങാനും പോവുകയാണെങ്കിൽ ഞാൻ നല്ല മാന്യമായിട്ട് പോകും എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ ആൻറ്റീനെ ഡിസ്റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പോകും. ബിക്കോസ് അത്രയ്ക്ക് റെസ്പെക്റ്റോടെ കൂടെയാണ് പുള്ളിക്കാരുടെ ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ദയ പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഇനി ആ ആന്റിയുടെ മുന്നിലെത്തുമ്പോഴോ ആന്റിയെ കാണേണ്ടി വന്നാലോ അല്ലെ കാണാൻ പോവുകയാണെങ്കിലോ എങ്ങനെയാണെങ്കിലും ഒരിക്കലും ആ ടൈപ്പ് വേഷം ഇടുകയല്ല, മാന്യമായ വേഷം ഇടും എന്നാണ് പറഞ്ഞത്. അപ്പം മാന്യമായ വേഷം എന്ന് ദയ ഉദ്ദേശിച്ചതിലൂടെ എല്ലാം അർത്ഥമാക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൂടുതൽ ചിന്തിച്ചാൽ നിങ്ങൾക്കും പല കാര്യങ്ങളും മനസ്സിലാക്കും. ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല, മനസ്സിലാവും. അപ്പം പിന്നെ ആ കുട്ടിയുടെ നല്ല മനസ്സ് ഞാൻ അംഗീകരിച്ചു. കാരണം ഒരാൾ സ്നേഹത്തോടെ ഒരു കാര്യം പറയുമ്പം അതിനെ ചെപ്പോന്ന് പറഞ്ഞതിനെ ഒരുമാതിരി ആട്ടിക്കളഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ടീനേജ് പ്രായത്തിലുള്ള 2 പെൺമക്കളെ വളർത്തുന്ന കേരളത്തിലെ ഒരു വീട്ടമ്മയുടെ ശരാശരി ഒരു വീട്ടമ്മയുടെ മനസ്ഥിതി എന്താണെന്നുള്ളതാണ് ആ സ്ത്രീ ആ മെസ്സേജിലൂടെ കൊടുത്തത്. അതോടൊപ്പം ആ പ്രായത്തിലുള്ള ആ കൊച്ചിനെ അനുഗ്രഹിക്കാനും ഏറ്റവും നല്ലൊരു മനസ്ഥിതിയാണ് അവിടെ കാണിച്ചത്. അല്ല പ്രാഗ് നീരൊന്നും അല്ല ചെയ്തത്. നീ എന്തുവാടി ഈ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒന്നുമല്ല ചോദിച്ചത്. നിന്നെ എനിക്കിഷ്ടമാണ്, പക്ഷെ ആ വേഷം ഇഷ്ടമില്ല. അതാണ് ആ ഒരു പോയിന്റാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളത്. ഇനി ഇതിൽ നിന്നൊക്കെ പുരോഗതി വന്നു കഴിഞ്ഞ കാലം മാറുമ്പോൾ പല വിപ്ലവകരമായ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവാമായിരിക്കാം. നല്ലതും ചീത്തയെല്ലാം ആയിട്ടുള്ളത് ഉണ്ടാവാം. അപ്പൊ ഏതായാലും ഡേക്ക് ഇപ്പൊ ആ ആന്റി പറഞ്ഞു കൊടുത്തത് നല്ലപോലെ അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇനി പറയേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഈ കയറൂരി വിട്ടിരിക്കാണോ മഞ്ജുപിള്ളേന്ന് ചോദിച്ചതിന് മാത്രം അവർ തമാശയിലൂടെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സർപ്രൈസ്. അമ്മ എന്തിനാ അമ്മ ഇവിടെ മുംബൈയിലേക്ക് വന്ന്? നിന്റെ പ്ലേ ഇല്ലേ? നിന്റെ പ്ലേ കാണാൻ വന്നു. അതോ എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണ്. അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രമല്ല കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ, കാലിത്തീറ്റ, മറ്റേ പഴങ്കഞ്ഞി, മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിൽ കെട്ടി. ഈ ഒരു മറുപടി സോഷ്യൽ മീഡിയ നിരാശപ്പെടുത്തി. സോഷ്യൽ മീഡിയ ഇങ്ങനെയല്ല ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചിരുന്നത്. ഭയങ്കര ഉഗ്രനായ ഒന്നെങ്കിൽ കേസ് നിയമത്തിന്റെ വഴിയെ പോകും, അല്ലെങ്കിൽ അതിശക്തമായ ഇങ്ങോട്ട് കിട്ടിയ അതേ ഡയലോഗുകളിലൂടെ അങ്ങോട്ട് കൊടുക്കും മറുപടി എന്നൊക്കെയുള്ള ഒരു വിചാരത്തിലിരുന്ന് ഇവരുടെ ഒരു ബ്ലോഗ് വരാൻ കാത്തിരുന്നവരെ ഇവരങ്ങ് നിരാശപ്പെടുത്തി. ഇവരിതൊരു കല്ലുവല്ലി എന്ന് പറയുന്ന പോലത്തെ വെറും നിസ്സാരമായിട്ട് കരുതി ഇവരങ്ങ് വിട്ട് ഇങ്ങനെ ഒരു തമാശയിലൂടെ ഒരു മറുപടി അവർ കൊടുത്തുള്ളൂ. അവർ കാര്യം ഓരോരുത്തർ കൊടുത്തില്ല. ഇപ്പൊ കിടന്ന എല്ലാവരും യൂട്യൂബേഴ്സ് ആണല്ലോ ഇത് ശരിയായില്ല, ഇതൊരു നനഞ്ഞ വടക്കായി എന്നൊക്കെ പറയാം.
പക്ഷെ ഇതൊന്ന് വിശകലനം ചോദിച്ചാൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവരെന്തിനു പ്രതികരിക്കണം? എന്താ കാര്യം എന്നറിയാം? അവര് ആദ്യം നിയമത്തിന്റെ വഴിയെ പോകാത്തതിന്റെ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി ഇന്നാൾ എപ്പോഴും ഇട്ട ഒരു വീഡിയോ ഞാൻ കണ്ടതിനകത്ത് അവര് പണ്ട് ആ കരിയോയിൽ ഒഴിച്ച സംഭവമില്ലേ, അതെന്തിനായിരുന്നു അവരൊഴിച്ച്? അവരെ സ്വഭാവഹത്യ ചെയ്യുന്ന, വ്യക്തിഹത്യയൊക്കെ ചെയ്യുന്ന ഒരുത്തനെതിരെയാണ് അവർ പോയി പ്രതികരിച്ച് കരിയോയിൽ ഒഴിച്ച് അത് കേസാകുകയൊക്കെ ചെയ്ത് കേസായി കഴിഞ്ഞപ്പം ഇപ്പൊ അത് കേസ് നടക്കുക. അപ്പൊ അവരിന്നാൾ വിഷമത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. ഓരോ പ്രാവശ്യം അതിപ്പോ ഒരു റേപ്പ് കേസിൽപ്പെട്ട നമ്മുടെ അതിജീവിതം പറഞ്ഞിട്ടുണ്ടല്ലോ, റേപ്പ് കേസിൽപ്പെടുന്ന പെൺകുട്ടികൾ എല്ലാരും പറയാം കോടതി വെച്ച് തുണിയിരിക്കും. അതേപോലെ തന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഓരോ പ്രാവശ്യവും ജഡ്ജിയുടെ മുന്നിലെത്തുമ്പോഴത്തേന് ജഡ്ജി ഈ സംഭവം ചോദിക്കും. ചോദിക്കുമ്പം ഈ എന്താ പറയണ്ടേന്നറിയാം? അയാൾ എഴുതി വിട്ട ഡയലോഗുകളോ അല്ലെ അയാള് വീഡിയോ ചെയ്ത ഡയലോഗുകള് അതെന്താണ് ചെയ്തത്? സ്വഭാവഹത്യല്ലേ ചെയ്തേ? അത് അതേപടി ഓർത്ത് വെച്ച് ഓരോ പ്രാവശ്യവും പറയണം ജഡ്ജിയുടെ മുന്നിൽ. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം വിഷമിക്കല്ലേ ചെയ്യുന്നത്? മറ്റൊരാള് നമ്മളെപ്പറ്റി വളരെ വളരെ മോശമായിട്ട് പറഞ്ഞ കാര്യം നമ്മൾ ഓർത്ത് വെച്ച് വീണ്ടും വീണ്ടും പറയാം. അത് ആരുടെയും കുറ്റമല്ല, ജഡ്ജിയുടെ കുറ്റമല്ല, നിയമത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഇവര് കേസുമായിട്ട് പോയാൽ ഇത് ഇങ്ങനെ കയറി ഇറങ്ങി ഓരോ പ്രാവശ്യം ഈ ഫോട്ടോ എടുത്തും അങ്ങനെ ചോദിച്ച് ഇങ്ങനെ ചോദിച്ച് ഷബീന ബീബി പറഞ്ഞ ഡയലോഗുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവര് തന്നെ കേൾക്കേണ്ടി വരും. അവര് കേൾക്കുമ്പോൾ ഇവരും കേൾക്കണം. അങ്ങനെ കേട്ട് അതായിരിക്കാം ഒരു നിയമത്തിന്റെ വഴിയിൽ അവർ പോകത്ത്. പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് അവര് ഒന്നിനും പ്രതികരിക്കാതെ ശാന്തമായിട്ട് ഇങ്ങനെ തമാശയായിട്ട് വിട്ട് നനഞ്ഞ പടക്കമായെന്ന് സോഷ്യൽ മീഡിയ പറയുന്നതിന്റെ മെയിൻ കാര്യം എന്താണെന്നറിയാം? അവര് ഒരു പൂ ചോദിച്ചപ്പം ഒരു പൂക്കാലമാണ് കിട്ടിയത്. അതായത് ഈ എങ്ങനെയൊക്കെയോ കുറെ ശത്രുക്കള് ഷബീന ബീവിക്ക് ഉണ്ട് ഓൾറെഡി. അതിന്റെ കൂടെ ഈ ഒരു ഡയലോഗ് പറഞ്ഞപ്പോ ഈ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് മുറവിളി കൂട്ടുന്ന കുറെ കൊച്ചാമ്പിള്ളാരും പെമ്പിള്ളാരും ഉണ്ട്. അവരും ബാക്കി കുറെ ശത്രുക്കളും എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ ഷബീനക്കെതിരെ അങ്ങ് യുദ്ധം, ഒരു കടന്നൽ കൂടെ ഇളകിയ പോലെ അങ്ങ് ഇളകി അങ്ങ് യുദ്ധം ചെയ്തായിരുന്നു. ഈ പെങ്കൊച്ച് അവിടെയൊക്കെ പോയി കമന്റ് ഇട്ടിട്ടുണ്ട്, ആര് ദയ ഇട്ടിട്ടുമുണ്ട്. അപ്പൊ അവരെന്തെങ്കിലും അവരൊന്ന് പ്രതികരിക്കാന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരൂടെ അല്ലേ പ്രതികരിക്കുക? അതിനു പകരം ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പ്രതികരിച്ചില്ലേ? ഇവർക്ക് സപ്പോർട്ട് കൊടുത്തില്ലേ? പിന്നെ ഇനി അവരെന്തിനു പോകണം? അതാണ് അവര് നനഞ്ഞ പടക്കം പോലെ നിൽക്കുന്നത്. മറ്റുള്ള ഒരു കേസും പോലെയല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞ രേണു സുധിയെ പറ്റി ഇവിടെ എല്ലാവരും കിടന്ന് റിയാക്ഷൻ ഇടുന്നു, കമന്റ് ഇടുന്നു, അതിടുന്നു, ഇതിടുന്നു. നല്ല സൈബർ അറ്റാക്ക് കൊടുക്കുമ്പോഴും അതിനെല്ലാം മറുപടി ആരാ? ആദ്യകാലത്തൊക്കെ രേണു സുധിയായിരുന്നു. പിന്നെ ഒന്നെങ്കിൽ സജന അല്ലെങ്കിൽ ശാരിക, അങ്ങനെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സോഷ്യൽ മീഡിയ മൊത്തമേ ഒരു അറ്റാക്ക് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് ഇവരിനി എന്തിനു പറയണം? അവർക്ക് അത്രയും സപ്പോർട്ട്. അപ്പൊ ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് മഞ്ജു വന്നിട്ടുണ്ട്, അത് കേൾക്ക്. എൻ്റെ മോളെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുണ്ടെന്നും എനിക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ആപത്ത് വരുമ്പോഴാണ് നമ്മളുടെ കൂടെ ആരൊക്കെയുണ്ട്, നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് 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 ആൾക്കാർ, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, പ്രായമുള്ള ആൾക്കാർ വരെ എന്നെയും എൻ്റെ മോളെയും സപ്പോർട്ട് ചെയ്യുകയും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്തു. ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ എന്താ പറയണ്ടേ, ഐ എം ബ്ലെസ്ഡ്. ഞാൻ മാത്രമല്ല, എൻ്റെ മോളും ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു അവസരമാണിത്, ഒരു കാലഘട്ടമായിരുന്നത്. ഒരുപാട് 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 നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ ഒരു ബന്ധങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. എങ്കിലും പറയേണ്ട സ്ഥലത്ത് പറയുക തന്നെ വേണം. ഒരുപാട് ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഗോഡ് ബ്ലെസ് എല്ലാവർക്കും. കാരണം ആരെയും കാണുന്നില്ല, ആരൊക്കെ അയച്ചതെന്നും അറിയില്ല. അറിയാവുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കും ഒരുപാട് നന്ദി. എനിക്ക് ഏറ്റവും കൂടുതൽ ഒട്ടും അറിയാത്ത ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യലാണ്. ഒരുപാട് നന്ദി. ലവ് യു ഓൾ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അറിഞ്ഞും അറിയാതെയും അവർക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടി. അത് അവരാ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും സപ്പോർട്ട് കിട്ടി. ഒരു വിഷയത്തിന്റെ പുറത്ത് അവർക്ക് എന്തോരം കയറി പറഞ്ഞാലും അവർക്ക് പറയാൻ പറ്റുന്നതിന്റെ 10 ഇരട്ടി സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു, ഒരാള് ഷബീന എന്തൊക്കെയോ പറയുന്നതെന്ന് പറഞ്ഞ ഒരു പുരുഷനാണ് നിന്ന് ഭയങ്കരമായിട്ട് പറയുക. ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നില്ല, കാരണം അയാൾ അത്ര തെറിയാണ് പറഞ്ഞിരിക്കുന്നത് ഷബീനെ. ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഷബീന എന്തൊക്കെ മോശം വാചകമാണ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞ് ഷബീനയ്ക്ക് കൊടുക്കുന്ന മറുപടി. പക്ഷേ
എന്താണ് അയാൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അത്രയും പൊതുജനം എടുത്തിട്ട് വായി തോന്നിയതൊക്കെ ഇതൊരു അവസരമായിട്ട് കരുതി അങ്ങ് എടുത്തിട്ട് പ്രയോഗിച്ചോളൂ. എല്ലാവരും എന്തോ ഇതിലൂടെ ഒരു ഇമേജ് കിട്ടാനോ അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല, ചുമ്മാ ഉള്ള പ്രതികരണമൊന്നും അല്ല ജനം ഇതിന്റെ പുറത്ത് നടത്തി. ഇപ്പൊ മഞ്ജുപ്പിള്ളിയെ പറഞ്ഞ കേട്ടില്ലേ, അറിയാത്തവരും എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരോടൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അവരെന്ത് പ്രതികരിക്കണമെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തൊക്കെയോ അവരിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിച്ച പോലെയാണ്, അവരാണ് ബുദ്ധിപൂർവ്വം നീങ്ങി, ഇത്രയൊക്കെ മതി, അതിനുള്ളത് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ SP പിള്ളയുടെ മരുമോളങ്ങ ഉണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു, എവിടെയോ ഞാൻ വായിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്. പണ്ടത്തെ നടൻ SP പിള്ളയുടെ പെങ്ങടെ മോളോ അങ്ങാണ്ടാണ് മഞ്ജു പിള്ള. കൊച്ചേതായാലും ആ ഒരു ആന്റിക്ക് കൊടുക്കുന്ന മറുപടി ആയിട്ട് ആ കൊച്ച് അങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു നല്ല ക്യാരക്ടറുള്ള കൊച്ചാന്ന് തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ പറയാൻ മറന്ന ഒരു കാര്യം, ഇന്നലെ ഒരു കമന്റ് കണ്ടിരുന്നു, ഈ കൊച്ചു ഫാഷൻ ഡിസൈനർ ആണ്, അല്ലാതെ മോഡലൊന്നുമല്ല. അത് ബോംബെയിലല്ലോ ലണ്ടനിലെന്ന് പറയുന്നു. ആദ്യം ഞാൻ പണ്ട് ഇറ്റലിന്ന് കേട്ടു, ഇപ്പൊ ഏതാണെന്ന് നമുക്കറിയില്ല. ഇന്നലെ കണ്ടത് ലണ്ടനിൽ പോയി പഠിച്ച അതിന്റെ ഭാഗമായിട്ട് ആ കൊച്ചു നടത്തിയ ഒരു ഫോട്ടോഷൂട്ടാണത്. അത് അന്ന് അവിടെ ആവശ്യമായിട്ട് എന്തോ കോഴ്സിന്റെ ഭാഗമായിട്ട് അവിടെ സ്റ്റേജിൽ നടത്തിയ ഫോട്ടോഷൂട്ടാണ്. അത് അതിന്റെ ഇൻസ്റ്റ 2023 ഇട്ടതാണ്. അവിടെ എടുത്ത് അത് ഇവിടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അത്ര വലിയ തെറ്റാണോ, മായ മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒരു കമന്റ് കണ്ടിരുന്നു കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.